ആദ്യം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐ നേതാവിൻ്റെയോ അല്ലെങ്കിൽ LDF MP യുടെയോ സ്വന്തം വീട്ടിലെ അടുക്കളയിൽ പാകം ചെയ്യുന്ന അരിയും പച്ചക്കറിയും മീനും ഒക്കെയാണോ ഈ പറയുന്ന ലക്ഷക്കണക്കിന് പൊതിച്ചോറുകൾ? അല്ലേ അല്ല. വയനാട്ടിലെയും തിരുവനന്തപുരത്തിലെയും തൃശ്ശൂരിലെയും കോഴിക്കോട്ടെയും ഒക്കെ സാധാരണക്കാരായ കുടുംബങ്ങൾ, അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, BJP-ക്കാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, ഒരു രാഷ്ട്രീയം ഇല്ലാത്ത പാവപ്പെട്ട അമ്മമാരുണ്ട്. തങ്ങളുടെ ചെറിയ വരുമാനത്തിൽ നിന്നും വയറെറിയുന്ന ഏതെങ്കിലും ഒരു രോഗിയോ കൂട്ടിരിപ്പുകാരനോ കഴിയട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കട്ടെ, വിശപ്പടങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടെ കെട്ടിപ്പൊതിഞ്ഞ് നൽകുന്ന ചോറാണിത്. ഇങ്ങനെ നാട്ടുകാർ സ്വന്തം കാശെടുത്ത് അരിയും പച്ചക്കറിയും മേടിച്ച് പുലർച്ചെ എഴുന്നേറ്റ് വച്ച് വാഴയിലേക്ക് വാട്ടി കെട്ടിക്കൊടുക്കുന്ന ആ പൊതിച്ചോർ ശേഖരിക്കാൻ സഖാക്കൾ ഒരു വണ്ടിയുമായി ഇറങ്ങും. നാട്ടുകാരുടെ ഉദാരമനസ്കതയെയും കാരുണ്യത്തെയും പാക്കറ്റിലാക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്ന് തള്ളും. എന്നിട്ട് അതിന് മുന്നിൽ വലിയൊരു ചുവന്ന ബാനറും DYFIയുടെ കൊടിയും നാട്ടി വയ്ക്കും. ഇവിടെ ചോറുണ്ടാക്കിയ അമ്മയ്ക്ക് ക്രെഡിറ്റ് ഇല്ല, അരി വാങ്ങാൻ പണം കൊടുത്ത വീട്ടുകാരന് ക്രെഡിറ്റ് ഇല്ല. പക്ഷെ ചോറ് കൊണ്ടുപോയി കൊടുക്കുന്ന ഇടനിലക്കാരനായ സഖാവിന് എന്തൊരു സീനാണ്, എന്തൊരു പവറാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും റീൽസ്, ഞങ്ങൾ വിശപ്പില്ലാത്ത കേരളം ഉണ്ടാക്കുന്നു, കേരളത്തിൻ്റെ വിശപ്പ് ഞങ്ങൾ മാറ്റുന്നു, ഇങ്ങനെ വമ്പൻ ക്യാപ്ഷനുകൾ. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടേ, നാട്ടുകാരൻ്റെ ചെലവിൽ മരുമകന് കല്യാണം കഴിക്കുന്ന ഈ വിധിയെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ചോറുണ്ടാക്കി കൊടുക്കുന്ന പാവം അമ്മമാർക്കില്ലാത്ത ബാനറും കൊടിയുമാണ് വഴിയരികിൽ നിന്നും അത് ശേഖരിച്ച് വണ്ടിയിൽ കയറ്റുന്ന ഇടനിലക്കാരനായ സഖാക്കൾക്ക്. നാട്ടുകാരൻ കൊടുക്കുന്ന ചോറ് വാങ്ങി വിതരണം ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളെ ഊട്ടി വളർത്തുകയാണെന്ന ജനങ്ങളുടെ മുഖത്ത് നോക്കി പ്രസംഗിക്കുന്നതിലും വലിയൊരു നെറുകേട് വേറെന്താണുള്ളത്? ഇവർ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയൊക്കെ തന്നെ, പക്ഷെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ ശരിയായി തോന്നില്ല. ഭരണത്തിലിരുന്നപ്പോൾ നാട് മുഴുവൻ നശിപ്പിച്ചു, കടം കയറ്റി വെച്ചു, ഒടുവിൽ ജനങ്ങൾ ചവിട്ടി പുറത്താക്കി, പ്രതിപക്ഷത്തിരുത്തി. എന്നിട്ടും പഠിച്ചോ? ഇല്ല. ആശുപത്രി കോമ്പൗണ്ടുകളിൽ രാഷ്ട്രീയ സംഘടനകളുടെ കൊടിയും ബാനറും വെച്ച് ഫ്ലെക്സ് പിടിച്ച് ഭക്ഷണം കൊടുക്കണ്ട എന്ന നിർദ്ദേശം വരുമ്പോൾ അപ്പോഴല്ലേ സഖാക്കളുടെ കളി തുടങ്ങിയത്. എങ്ങനെയുണ്ട്? എന്തായാലും നമ്മുടെ റഹീം കയ്ക്ക് ഇത് സഹിക്കാൻ പറ്റിയില്ല. ഉടനെ വന്നു അടുത്ത നാടകീയ പ്രസംഗം. മൈക്കിന് മുന്നിൽ നിന്ന് ഗദ്ഗദത്തോടെ നാടകത്തിലെ വില്ലൻ നായകനായി മാറുമ്പോൾ പറയുന്ന ഡയലോഗ് പോലെ റഹീം ചോദിക്കുകയാണ്, പൊതിച്ചോറിൽ മണ്ണുവാരി ഇടരുതേ, ആളുകളുടെ വിശപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തൊരു അഭിനയം, എന്തൊരു വൈകാരികത. ഇദ്ദേഹത്തിൻ്റെ വിതുമ്പൽ കണ്ടാൽ തോന്നും ആരോ ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞെന്ന്. പക്ഷെ നിർദ്ദേശം എന്തായിരുന്നു? കൊടിയും ബാനറും വെച്ച് പരസ്യം അടിക്കരുത് എന്ന്. അത് മാത്രമാണ് ഉത്തരവ്. അപ്പോൾ പ്രശ്നം എന്താണ്? കൊടിയും ബാനറും ഇല്ലെങ്കിൽ സഖാക്കൾക്ക് വിശപ്പ് മാറ്റാൻ പറ്റില്ലേ? ചോറ് കൊടുക്കാൻ താല്പര്യമില്ലേ? ആ കൊടിയും പാർട്ടിയുടെ ചിഹ്നവും കാണിച്ച് PR ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പൊതിച്ചോറ് വിതരണം കൊണ്ട് പാർട്ടിക്ക് എന്താ ലാഭം? കൊടി വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ചോറ് കൊടുക്കില്ല എന്ന നിലപാടിലേക്ക് DYFI എത്തുമ്പോൾ അവരുടെ യഥാർത്ഥ ലക്ഷ്യം കാരുണ്യമാണോ വിശപ്പകറ്റലാണോ എന്ന് മനസ്സിലാകുന്നില്ലേ? കേവലം രാഷ്ട്രീയ ലാഭവും കൊടിപിടുത്തവുമാണ് അവരുടെ ലക്ഷ്യം. അത് തെളിഞ്ഞു. ഈ LDF നേതാക്കളുടെയും DYFI സഖാക്കളുടെയും മനസ്സറിയണമെങ്കിൽ മുൻകാലങ്ങളിൽ ഇവർ ജനങ്ങളോട് എങ്ങനെ പെരുമാറിയെന്ന് നമ്മൾ നോക്കണം. ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങൾ ഇവരെ തോൽപ്പിച്ച് പ്രതിപക്ഷത്തിരുത്തി കഴിയുമ്പോൾ ഇവരെന്ത് പറയും? ഞങ്ങൾ നിങ്ങൾക്ക് കിറ്റ് തന്നില്ലേ, ഞങ്ങൾ നിങ്ങൾക്ക് പെൻഷൻ തന്നില്ലേ, ഞങ്ങൾ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് തന്നില്ലേ എന്ന്. ഇതൊക്കെ ഇവന്മാരുടെ ഔദാര്യമാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതാണോ ഇതൊക്കെ? എന്നിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലല്ലോ, എന്തൊരു നന്ദികേടാണ് നിങ്ങൾക്ക്. ഇതാണോ സഖാക്കളുടെ സൗജന്യ സേവനം? ജനങ്ങളുടെ കയ്യിൽ നിന്നും നികുതിപ്പണമായി പിരിച്ചെടുക്കുന്ന കാശുകൊണ്ട് കിറ്റ് കൊടുത്തിട്ട്, നാട്ടുകാരുടെ വീട്ടിൽ നിന്നും മേടിച്ച ചോറ് കൊണ്ടുപോയി കൊടുത്തിട്ട്, ഞങ്ങൾ തിന്നത് വാങ്ങി തിന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നന്ദികേട് കാട്ടുന്നവരാണെന്ന് പരസ്യമായി അധിക്ഷേപിക്കുന്ന സംസ്കാരമാണ് LDF-ൻ്റേത്. നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ഇതൊക്കെ ഇവരുടെ ഭാഗത്ത് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ്. നിങ്ങൾ തരുന്ന പൊതിച്ചോറ് സൗജന്യമല്ല, അതൊരു വോട്ട് അഡ്വാൻസ് ആണ്. ആ ചോറ് വാങ്ങിക്കഴിക്കുന്ന രോഗിയും കൂട്ടിരിപ്പുകാരനും ആ നിമിഷം മുതൽ നിങ്ങളുടെ അടിമകളായി മാറുമെന്നാണോ നിങ്ങളുടെ വിചാരം? ജനങ്ങളെ അപമാനിക്കുന്നതിൽ ഇവർക്കുള്ള മിടുക്ക് വേറെ ആർക്കുമില്ല. ചോറ് കൊടുക്കുന്നത് വിശപ്പകറ്റാനല്ല, വോട്ട് ചോദിക്കുമ്പോൾ മടക്കി വാങ്ങാനുള്ളൊരു പ്രോമിസറി നോട്ടായിട്ടാണ് ഇവർ കാണുന്നത്. ഇത്രയും നികൃഷ്ടനായ ഒരു രാഷ്ട്രീയ തന്ത്രം കാരുണ്യത്തിൻ്റെ പേരിൽ നടപ്പിലാക്കുന്ന വേറെ ഏതെങ്കിലും പാർട്ടിയുണ്ടോ? കേരളത്തിൽ ഇവർ ഭരിച്ചപ്പോൾ ആരോഗ്യമേഖലയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. വെന്റിലേറ്ററുകൾ കിട്ടാനില്ല, അത്യാവശ്യം മരുന്നുകൾ സപ്ലൈ ഇല്ല, പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ മെഡിക്കൽ കോളേജിലെ ഫാർമസിയിൽ നിന്ന് മരുന്നില്ല, പുറത്തുനിന്ന് വാങ്ങണം. അങ്ങനെ നമ്മൾ തിരിച്ചയക്കുകയാണ്. ഡോക്ടർമാരുടെ കുറവ്, പാരാമെഡിക്കൽ ജീവനക്കാരുടെ കുറവ്, അങ്ങനെ വാർഡുകളിലെ വൃത്തിഹീനമായ അവസ്ഥ, ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമാക്കി വെച്ചിട്ടാണ് ഇവർ മാറിയത്.
പാവപ്പെട്ട രോഗികൾക്ക് കൃത്യമായ ചികിത്സയോ മരുന്നോ കൊടുക്കാൻ പോലും ഭരണത്തിലിരുന്നപ്പോൾ ഇക്കൂട്ടർക്ക് സാധിച്ചിട്ടില്ല. ആ വമ്പൻ പരാജയം മറച്ചുവെക്കാനാണ് ഇവർ ഇത്രയും കാലം ഈ പൊതിച്ചോറിന്റെ പുകമറ ഉയർത്തിക്കാട്ടിയത്. അതായത്, ഞങ്ങൾ മരുന്ന് തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെന്റിലേറ്റർ തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഡോക്ടർ തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളിതാ പൊതിച്ചോറ് തരുന്നുണ്ടല്ലോ, അത് നാട്ടുകാരുടെ കാശിന്, അതുകൊണ്ട് ഞങ്ങളെ കുറ്റം പറയരുത്. ഇതാണോ ആരോഗ്യ മാതൃക? ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഭക്ഷണം വിതരണം ചെയ്യാനുള്ള അടിയന്തര ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമല്ല. അവിടെ അതില്ലെങ്കിലും മരുന്ന് കിട്ടണം. അത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഇടമാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവിടെ മരുന്നും ചികിത്സയും കൊടുക്കാൻ കഴിയാതെ നാണം കെട്ടി നിന്നപ്പോൾ നാട്ടുകാരൻ വെച്ച് വിളമ്പുന്ന ചോറെടുത്ത് ഫ്രണ്ട് പേജിൽ വെച്ച് പരസ്യം ചെയ്ത് സ്വന്തം ഭരണപരാജയത്തെ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ LDF. ഇപ്പോഴും അതെ. കേരളത്തിൽ രോഗികൾക്ക് ഭക്ഷണവും സഹായവും എത്തിക്കുന്നത് DYFI മാത്രമാണോ? അല്ല. സേവാഭാരതി ഉണ്ട്, ദയാഭവൻ ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട്, റെഡ് ക്രോസ് ഉണ്ട്, റോട്ടറി ക്ലബ്ബുകളുണ്ട്, പ്രാദേശികമായി പ്രവർത്തിക്കുന്ന എത്രയോ സന്നദ്ധ സംഘടനകളുണ്ട്. ഇവരൊക്കെ എത്രയോ വർഷങ്ങളായി കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നിശബ്ദമായി ഭക്ഷണം എത്തിക്കുന്നു. അവിടെ ഈ കൊടികളോ കരച്ചിലുകളോ നമുക്ക് ഇത്രയും കാലമായി കാണാൻ സാധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ചാരിറ്റി സംഘടന കൊടുക്കുന്ന ഭക്ഷണത്തിന് മുന്നിൽ ബാനറും പിടിച്ച് മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി ഞങ്ങളിതാ ഇന്ന് 500 പേർക്ക് ചോറ് കൊടുത്തേ എന്ന് നാട് നീളെ മൈക്ക് കിട്ടി പ്രസംഗിക്കാറുണ്ടോ? ഇല്ല. കാരണം അവർ ചെയ്യുന്നത് സേവനമാണ്, വ്യാപാരമല്ല. കൊടുക്കുന്ന കൈ അറിയരുത് എന്ന് കരുതി ജനങ്ങളുടെ പ്രാർത്ഥന മാത്രം ആഗ്രഹിച്ച് സേവനം ചെയ്യുന്നവരാണവർ. എന്നാൽ DYFIയോ ഒരു പൊതിച്ചോറ് കൊടുത്താൽ 100 ഫോട്ടോ, 10 ബാനർ, വിപ്ലവ ഗാനങ്ങൾ അടങ്ങിയ റീൽസ്, പോരാത്തതിന് വേദിയിൽ കയറി നിന്ന് ഞങ്ങൾ കേരളത്തിലെ വിശപ്പടക്കുന്നു എന്ന വമ്പൻ ഡയലോഗുകൾ. ഇതിനെയാണോ കാരുണ്യം എന്ന് വിളിക്കുന്നത്? ആരെങ്കിലും ഒന്നിവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുത് എന്നല്ല, ഒരു കൈ ചെയ്യുന്നത് ലോകം മുഴുവൻ അറിയണമെന്ന്, അതായത് വോട്ടായി മാറണമെന്ന അങ്ങേയറ്റത്തെ സ്വാർത്ഥതയാണ് ഇവിടെ കാണുന്നത്. റഹീം തന്റെ പ്രസംഗത്തിൽ വലിയ വായിൽ പറയുന്ന ഒന്നാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഇടപെടൽ, ഞങ്ങളുടെ പവർ, ഞങ്ങളുടെ കരുത്ത് എന്നൊക്കെ. എന്ത് പവർ, എന്ത് കരുത്ത്? ഹർത്താൽ പ്രഖ്യാപിച്ച് നാട് മുഴുവൻ നിശ്ചലമാക്കുമ്പോൾ അത്യാസന നിലയിലായി ക്യാൻസർ രോഗിയുമായി പോകുന്ന കാറ് വഴിയരികിൽ തടഞ്ഞു നിർത്തി തല്ലി തകർക്കുന്നതാണോ നിങ്ങളുടെ സോഷ്യൽ ഇന്റർവെൻഷൻ? വടിവാളെടുത്ത് സ്വന്തം രാഷ്ട്രീയ എതിരാളികളെ വെട്ടി പരിക്കേൽപ്പിച്ച് കുടുംബങ്ങളെ കണ്ണീരിൽ ആഴ്ത്തുന്നതാണോ നിങ്ങളുടെ മാനവികത? സമരമെന്ന പേരിൽ വഴിയും തടഞ്ഞ സാധാരണക്കാരന്റെ അത്താഴം മുടക്കുന്നതാണോ നിങ്ങളുടെ സേവനം? തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ജോലിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരുടെ തല അടിച്ചു പൊളിച്ചതാണോ നിങ്ങളുടെ വിശാല മനസ്കത? കൊടി പിടിക്കുന്ന അണികൾക്ക് പിൻവാതിലൂടെ സർക്കാർ ജോലി തിരികെ കയറ്റിക്കൊടുത്ത് അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികളെ തെരുവിലേക്ക് എറിയുന്നതാണോ നിങ്ങളുടെ നീതി സങ്കല്പം? എന്നിട്ടാണ് ഇവർ പൊതിച്ചോറിന്റെ പേരും പറഞ്ഞ് സോഷ്യൽ ഇടപെടലിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനും റോഡിൽ വടിയും പിടിച്ചു നിന്ന് ഭീഷണിപ്പെടുത്താനും സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കാനും മുൻപന്തിയിൽ നിന്ന സഖാക്കൾ രാവിലെ ഒരു പൊതിച്ചോർ വിതരണം ചെയ്താൽ തങ്ങളുടെ സകല പാപങ്ങളും കഴുകിപ്പോകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിലും വലിയ മണ്ടത്തരം വേറെയില്ല. ആശുപത്രികളിൽ ക്രമസമാധാനവും നിഷ്പക്ഷതയും നിലനിർത്താൻ നിർദ്ദേശങ്ങൾ വരുമ്പോൾ സഖാക്കൾ കരുതിയത് തങ്ങളുടെ സാമ്രാജ്യം അവിടെ തകർന്നു എന്നാണ്. കാരണം ആശുപത്രികളിൽ ഇനി തങ്ങളുടെ കൊടി വയ്ക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആശുപത്രികളിൽ ഹെൽപ്പ് ഡെസ്കുകളോ കൗണ്ടറുകളോ ഉണ്ടാകും. അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം ഏൽപ്പിക്കാം. ജീവനക്കാരോ സന്നദ്ധ പ്രവർത്തകരോ രോഗികൾക്കത് കൃത്യമായി വിതരണം ചെയ്യും. രാഷ്ട്രീയ പാർട്ടി ബാനറുകൾ വെച്ച് അവിടെ PR വർക്ക് നടത്തരുത്. എത്ര ലളിതമായ വ്യക്തമായ കാര്യം. ഇതിലെവിടെയാണ് പൊതിച്ചോറിൽ മണ്ണ് വാരിയിട്ടത്? ഇതിലെവിടെയാണ് ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞത്? പക്ഷെ സഖാക്കൾക്കത് പറ്റില്ല. കാരണം ചോറ് രോഗിയുടെ വയറ്റിൽ എത്തുന്നതിനേക്കാൾ പ്രധാനം ആ ചോറ് കൊടുക്കുന്നത് DYFI ആണെന്ന് രോഗി കാണുന്നതാണ്. ആ കൊടി അവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ റഹീമിനെ പോലെയുള്ള നേതാക്കൾക്ക് നല്ലോണം നെഞ്ചത്തടിച്ച് കരയാൻ തോന്നും. അത് വിപ്ലവമല്ല, ഇത് അങ്ങേയറ്റത്തെ വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അത് ഈ 35 സീറ്റിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ അത് നല്ലത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.